ഇപ്പം അടുത്ത കാലത്ത് തന്നെ ഒരുപാട് മണി ചെയിൻ കമ്പനികൾ കോടിക്കണക്കിന് രൂപയാണ് കേരളത്തിൽ നിന്ന് അടിച്ചു മാറ്റിക്കൊണ്ടിരുന്നത്. മലയാളികൾ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യത്തിൽ കുറച്ച് പുറകിലാണ്. അവർ സേവിങ്സിനെ കുറിച്ചിട്ട് മാത്രമാണ് ചിന്തിക്കാറ്. കേരളത്തിൻ്റെ ട്രഡീഷണൽ ആയിട്ടുള്ളൊരു കൾച്ചർ തന്നെ സേവിങ്സ് ചെയ്യാനാണ് പഠിപ്പിക്കുന്നത്. ഒരിക്കലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചിട്ടല്ല ഇവിടെ പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഒരു ഇൻവെസ്റ്റ്മെൻറ്റിലോട്ട് പോകുമ്പോൾ ലോസ് ഉണ്ടാവും എന്നുള്ളൊരു ഉൾഭയം മാത്രമാണ് ഈ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് ഇവരെ പിന്തിരിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാരണം. ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആകുമ്പോൾ അതിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഉണ്ടായിരിക്കും. ഈ ലോസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിൽ അല്ലെങ്കിൽ മണി ചെയിൻ തട്ടിപ്പുകളിൽ പൈസ ഇടാൻ മലയാളികൾക്ക് യാതൊരു തരത്തിലുള്ള മടിയില്ല. ഇപ്പം അടുത്ത കാലത്ത് തന്നെ ഒരുപാട് മണി ചെയിൻ കമ്പനികൾ കോടിക്കണക്കിന് രൂപയാണ് കേരളത്തിൽ നിന്ന് അടിച്ചു മാറ്റിക്കൊണ്ടിരുന്നത്. അപ്പോൾ അത്തരം കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യാനും മലയാളികൾക്ക് യാതൊരു മടിയില്ല. എന്നാൽ ചെറിയ രീതിയിൽ ഗ്രോത്ത് വരുന്ന കാര്യത്തെക്കുറിച്ചിട്ടുള്ള ചിന്തിക്കുന്നത്. നാളെ എങ്ങനെ പെട്ടെന്നൊരു കോടീശ്വരനായി മാറാം എന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ചിട്ടാണ് മലയാളികൾ ഇപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു വിഭാഗം ആളുകളാണ് ഇത്തരത്തിലുള്ളൊരു സ്കാമുകളിൽ മലയാളികൾ പെട്ടെന്ന് പോയി ചാടും. അതേസമയം ഒരു ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചിട്ട് ചിന്തിക്കില്ല. ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചിട്ടുള്ളൊരു മൈൻഡ് മലയാളികൾക്ക് ഇതുവരെ വന്നിട്ടില്ല. അത്തരത്തിലുള്ളൊരു ഷേപ്പായിട്ട് വരാൻ ഇനിയും സ്പേസ് ഇവിടെ നമുക്ക് മുമ്പിലുണ്ട്. ഇനിയുള്ള ജനറേഷനെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചിട്ട് ചിന്തിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്.